ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പാരൻസ് ഏറ്റവും കൂടുതൽ തന്നെ പാടുപെടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ടാണ്. അതായത് ടാൻഡ്രം അല്ലെങ്കിൽ വാശി, കുട്ടികളിലെ വാശിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ മടിച്ചു നിൽക്കേണ്ട, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ പറയുന്നത് വാശീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കുട്ടികൾ എന്തുകൊണ്ട് വാശി പിടിക്കുന്നു? എല്ലാ അമ്മമാർക്കും ഉള്ള ഒരു ചോദ്യമാണ്. എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ കുട്ടി എന്തുകൊണ്ടാണ് വാശി പിടിക്കുന്നത് എന്ന് പറയുന്നത് ഇന്നും ഒരു ക്വസ്റ്റ്യൻസാണ് അല്ലേ മാതാപിതാക്കൾക്ക്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചിട്ട് വളർന്നു വരുന്ന ഒരു ഘട്ടം മാത്രമാണ് ഈ വാശി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഘടകം മാത്രമാണ് ഈ വാശി എന്ന് പറയുന്നത്. അത് വേറൊരു തലത്തിലൂടെ നിങ്ങൾ കൊണ്ടുപോകണ്ട. അപ്പോൾ ഈ വാശി എന്തുകൊണ്ട് കാണിക്കുന്നു? അതായത് വാശി അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്ന ഒരു വികാരം കുട്ടികൾക്ക് പറഞ്ഞ് നിങ്ങളോട് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുമുണ്ട്. അതായത് കുട്ടികൾക്ക് പറയാൻ അത് പറ്റുന്നില്ല. കുട്ടികളുടെ വികാരങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു തലത്തിൽ വരുമ്പോൾ കുട്ടികൾ അത് വാശിയായിട്ടും ദേഷ്യമായിട്ടും നമ്മളിലോട്ട് പ്രതിഫലിക്കും, അല്ലെങ്കിൽ പ്രകടിപ്പിക്കും എന്ന് പറയാം. അപ്പോൾ കുട്ടികളുടെ ആ ആവശ്യങ്ങൾ നമ്മൾ എന്താണെന്ന് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. കുട്ടികൾക്ക് എന്താണ് ആവശ്യം? കുട്ടിക്ക് വിശക്കുന്നുണ്ടോ? കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ടോ? അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? പനിയുണ്ടോ? അങ്ങനെ പനിയൊക്കെ ഉള്ള സമയത്ത് കുട്ടികൾ വാശി കാണിക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്താണ് ഇപ്പോൾ വേണ്ടത്? അവരുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വാശി വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവരുടെ ആവശ്യം മനസ്സിലാക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ആവശ്യമില്ലാത്ത വാശിയാണ് കുട്ടികൾ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കുട്ടീനെ അത് കുട്ടി വാശി കാണിക്കുന്ന സമയത്ത് അവൻ്റെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാതെ അത് അവഗണിക്കാൻ ശ്രമിക്കും. അത് അവിടെ കിടന്ന് കുഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ അവനെ മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ കുട്ടീനെ മൈൻഡ് ചെയ്യാതെ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഇത് ആവശ്യമില്ലാതെ കാണിക്കുന്ന ഒരു വാശിയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ മൈൻഡിൽ റീഡാക്കി വെച്ചിരിക്കുന്ന, അതായത് എല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ ആവശ്യത്തിനനുസരിച്ച്, കുട്ടി കരയണനുസരിച്ച് നിങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ നിന്നാൽ കുട്ടി റീഡാക്കും. എൻ്റെ അമ്മ ഇപ്പോൾ ഞാനൊന്ന് കരഞ്ഞ് വാശി പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സംഭവം ചെയ്തു തരും. പക്ഷേ ഇത് നല്ലൊരു വാശിയുള്ള ഒരു തലത്തിലോട്ട് കൊണ്ടുപോകും. ഞാൻ ഒരു പാരൻ്റാണ്, ഞാൻ അനുഭവിച്ചതാണ്, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അതിലൂടെ എനിക്ക് കുറച്ച് ടിപ്സ് കിട്ടി, അത് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും ഈ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസ് നമ്മളെ വീട്ടിൽ നമ്മളെ കണ്ട് തന്നെയാണ് കുട്ടികൾ വളർന്നു വരുന്നത് അല്ലേ. അപ്പം നിങ്ങൾ മാതാപിതാക്കൾ തമ്മിൽ എന്തെങ്കിലും സംസാരങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് കുട്ടികളുടെ മുന്നിൽ വെച്ച് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ദേഷ്യം കാണിക്കാതിരിക്കുക, അവരുടെ അടുത്ത് പയ്യെ സംസാരിക്കുക, ഇതൊക്കെ ചെയ്യാം. പിന്നെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടീനെ കുറേ കാര്യങ്ങളിങ്ങനെ, അയ്യോ മോനെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ അവനെ പറഞ്ഞ് കൂടുതൽ അവനെ ആശയവിനിമയം ചെയ്യാണ്ടിരിക്കുക. വാശിയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് സ്നേഹത്തോടെ കുട്ടീനെ എടുത്ത് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് വാശിനെ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. പിന്നെ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാശി പിടിക്കുന്ന സമയത്ത് കുട്ടിയുടെ ആ ഒരു മൈൻഡ് മാറ്റി വിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെങ്കിലും ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇതാക്കാനോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും റോൾ പ്ലേ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് ആ കുട്ടികളുടെ വാശി ഇപ്പോൾ എന്തിൻ്റെ ഇതിൽ വാശിയാണെങ്കിൽ അതൊന്ന് മൈൻഡ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും കൂടുതൽ ഉത്തമം. പിന്നെ നിങ്ങളോടൊപ്പം എനിക്ക് പറയേണ്ട ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ്. അപ്പോൾ അവർക്ക് കൊണ്ട് തന്നെ വ്യത്യസ്ത സ്വഭാവം അവർക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് തരണം ചെയ്ത് പോകുന്നതാണ് ഒരു മാതാപിതാക്കളെന്ന് പറയുന്നത്. അപ്പോൾ അതത്ര വലിയ കാര്യമില്ല കേട്ടോ. എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മാക്സിമം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക. കുട്ടികളെ കൂടുതലായിട്ട് അവരെ പറഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ഇതൊക്കെ കൊടുക്കുമ്പോൾ, ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അത് വലിയൊരു വാശിയിലോട്ട് പോകും. അപ്പോൾ അത് വാശിയൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ ശാന്തരായിരിക്കുന്ന സമയത്ത് നമുക്ക് സ്നേഹത്തോടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. കുട്ടിക്ക് അസുഖങ്ങൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല. കുട്ടികൾക്ക് ഫുഡ് കഴിക്കില്ല, ആഹാരം കഴിക്കാൻ വിശന്നിരിക്കുന്ന സമയത്തൊക്കെ കുട്ടികൾ ചില സമയത്ത് വാശികൾ കാണിക്കും. അപ്പോൾ അതൊന്നും അല്ല എങ്കിൽ നിങ്ങൾ കുട്ടിക്ക് ആവശ്യമില്ലാത്ത വാശികളൊക്കെ ആണെങ്കിൽ എല്ലാ ആവശ്യമില്ലാത്ത വാശിക്കും നിങ്ങളത് ചെയ്തു കൊടുക്കാതെ നിങ്ങളിത് കാണാതെ
അത് ഇഗ്നോർ ചെയ്ത് വിടുക. അവൻ ഇപ്പം പഠിക്കുന്ന വാശി കണ്ടില്ല എന്നടിക്കുക. അപ്പം കുട്ടിക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു പരിധി വരെ ഈ വാശിയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6 മാസം 8 9 മാസം വരെയൊക്കെ കുട്ടികളെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവർക്ക് അധികം ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനത്തേക്കുള്ളൊരു പ്രോബ്ലംസിലൂടെ ആയിരിക്കും അവരുടെ വാശി. അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വാശിയാണ്. പക്ഷെ നമുക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥകളാണ് ഈ ഒരു വയസ്സിന് ശേഷം കാണുന്ന കുട്ടികളുടെ വാശി. ഇത് കുറച്ച് പറയുകയാണെങ്കിൽ ഇത് കുറച്ച് ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ ഇവന് വാശി ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു ഫിക്സ് വന്ന് പോയതിന് ശേഷമാണ് ഇവൻ്റെ സ്വഭാവത്തിൽ നല്ല രീതിയിലുള്ള വാശി ഞങ്ങൾ കണ്ടു തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താക്കി, ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വാശി പിടിച്ച് കരയുന്ന സമയത്ത് ഞങ്ങൾ ഇവനെ ഫേസ് ചെയ്യാണ്ടാക്കി, ഒന്നും കാണാത്ത രീതിയിലൊക്കെ ഞങ്ങൾ വിട്ടു. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ വാശി കാണിക്കുമ്പോഴത്തേക്ക് ഏതൊരു അമ്മയ്ക്കോ അച്ഛനോ ആയാലും അയ്യോ കുട്ടി എന്തിനായിരിക്കും കരയണത്, കുറേയൊക്കെ അവരുടെ വാശിക്ക് നമ്മൾ വാശി എന്താണ് വാശി പിടിക്കുന്ന ആ സംഭവം നമ്മൾ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെയ്തു കൊടുക്കും. കാരണം ഇങ്ങനെ വെറുതെ കരയിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ചെയ്തു കൊടുക്കും. ആ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. കാരണം അപ്പം കുട്ടിയുടെ മൈൻഡിൽ അത് റീഡാവും. ഞാൻ ഈ ഒരു സാധനത്തിൽ വാശി പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അത് സാധിച്ചു തരും, അപ്പോൾ ഇനിയും വാശി പിടിച്ചാൽ എനിക്ക് ആ സംഭവങ്ങൾ കിട്ടും എന്ന് കുട്ടി ഇതൊന്ന് റീഡാക്കി വെക്കും. അതുകൊണ്ട് തന്നെ കുട്ടി പിന്നെ ആ പ്രവൃത്തി തന്നെ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത വാശികൾ കുട്ടി കാണിക്കുകയാണെങ്കിൽ ഇവർ അവിടെ കിടന്ന് കരഞ്ഞോട്ടെ, അവരവരുടെ വഴിക്കിരുന്ന് കരഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ മൈൻഡ് ആക്കാതെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. അത് അപ്പോഴും കുട്ടി കുറേ നേരം പാരൻസിനെ വാച്ച് ചെയ്യും. എന്താ എന്നെ ഇത്രയും വാശി കാണിച്ചിട്ട് എന്താ അച്ഛനെ അമ്മ നോക്കാത്ത, എന്താ എൻ്റെ കാര്യങ്ങൾ ചെയ്ത് തരാത്ത എന്താ എന്ന് കുട്ടികളെ തിങ്ക് ചെയ്യാൻ തുടങ്ങും. അടുത്തത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോൾ കൊച്ചിന് പിന്നെ മനസ്സിലാകും ഇത് ആവശ്യമില്ലാതെ കുട്ടി പിടിച്ചൊരു വാശിയാണ്, ആവശ്യമില്ലാതെ കാണിക്കുന്ന വാശിയാണ്. അപ്പം അമ്മ എന്നെ ഫേസ് ചെയ്യില്ലെന്ന് കുട്ടിക്ക് തന്നെ മനസ്സിലായി. പിന്നെ കുട്ടികൾ നമ്മളുടെ അടുത്ത് വന്നു. നിങ്ങൾ ഫസ്റ്റ് കുട്ടികളെ ഇങ്ങനെ വാശി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, കുട്ടികളെ ഫേസ് ചെയ്യാണ്ടിരിക്കുക, അവിടെ കിടന്ന് കരഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നില്ലേ, അതായത് കുട്ടികൾ അമിതമായിട്ടുള്ള വാശി നിങ്ങൾ കുട്ടിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് തുടരുകയാണ്. 2-2.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ തമ്മിൽ വാശി കാണിക്കും. പക്ഷേ അതൊരു എക്സ്ട്രീം ലെവൽ പോവുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിലത് നിൽക്കുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു വിദഗ്ധനെ കാണിക്കാം. അതായത് പീഡിയാട്രീഷ്യനോ അല്ലെങ്കിൽ കുട്ടികളുടെ തന്നെ കൗൺസിലേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. മസ്റ്റായിട്ട് നിങ്ങൾ കാണിക്കുക എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ കുട്ടികൾക്ക് കുറഞ്ഞു വരിക, പിന്നെ അതുപോലെ തന്നെ സ്വയമായിട്ട് അവർ ഉപദ്രവം കാണിക്കുക, സാധനങ്ങൾ അറിഞ്ഞ് പൊട്ടിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഈ കുട്ടികളെ ഈ വാശികൾ കൂടുതൽ ഡെയിലി വാശി പിടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കാണിക്കുക. അതിന് ചെറിയ നമുക്ക് ഡോക്ടറുടെ സഹായം ആവശ്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ ഫാമിലിയിൽ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ പാരൻറ്റിങ്ങിന് പ്രശ്നമായിട്ടുള്ളവർക്കുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, മസ്റ്റായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ ബൈ.